നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 29 January shift 1 in the fourth question. At temperature T, compound AB2 dissociates as AB2 giving you AB plus half B2 having degree of dissociation x small compared to unity. The correct expression for x in terms of Kp and P is ഇത് കുറേ പ്രാവശ്യം ക്ലാസ്സിൽ ഇതേപോലത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 2024 വന്നിട്ടുണ്ട്, അതിന് മുമ്പും വന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ വെച്ചുള്ള ക്വസ്റ്റ്യൻ, എന്നിട്ട് അവർ തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇസ് വെരി സ്മോൾ എന്ന്. ആൻഡ് ഇതിനൊരു പാറ്റേൺ ഉണ്ട്, നമ്മൾ ക്ലാസ്സിലൊക്കെ എപ്പോഴും പറയുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്? ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അതിൽ ബേസിക്കലി ഏത് ടോപ്പിക്കിൽ നിന്നാണ്? ഫൈൻഡിങ് കെ പി കെ സി ഇൻ ടേംസ് ഓഫ് കെ പി ഓർ കെ സി അല്ലേ, പാർഷ്യൽ പ്രഷേഴ്സ് അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഫൈൻഡിങ് കെ പി ആൻഡ് കെ സി ആ ടോപ്പിക്കിൽ നിന്നാണ് ബേസിക്കലി വന്നിരിക്കുന്നത്. ലെറ്റ്സ് ലുക്ക്. AB2 is in equilibrium with AB2 is in equilibrium with AB plus half B2. Okay, degree of dissociation x എന്ന് തന്നിട്ടുണ്ട്. So let us say ഞാൻ 1 mole of AB2 വെച്ച് തുടങ്ങി. 1 mole വെച്ച് തുടങ്ങുകയാണെങ്കിൽ ഫൈനലി എന്തായിരിക്കും? ഐ ഹാവ് 1 minus x of this, x by 2 of this. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്തായി മക്കളെ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 1 minus x plus x by 2 is basically 1 plus x by 2. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് AB2 എത്രയും? മോൾ ഫ്രാക്ഷൻ ഓഫ് AB2 is nothing but number of moles of AB2, that is 1 minus x by 1 plus x by 2. അതേപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ ഓഫ് AB എന്തായി? മോൾ ഫ്രാക്ഷൻ ഓഫ് AB is x by 1 plus x by 2. അതേപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ ഓഫ് B2 എന്തായി? That is nothing but x by 2 into 1 plus x by 2. അല്ലേ? നമ്പർ ഓഫ് മോൾസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇനി ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് മക്കളെ, ദാറ്റ് എക്സ് ഇസ് വെരി സ്മോൾ. എക്സ് ഇസ് വെരി സ്മോൾ വെൻ കമ്പയർഡ് ടു 1. അതായത് എക്സ് ഇസ് വെരി വെരി സ്മോൾ. എക്സ് ഇസ് വെരി വെരി സ്മോൾ ആണെങ്കിൽ 1 minus എക്സിനെ 1 ആക്കി എടുക്കാം, 1 plus x by 2നെ 1 ആക്കി എടുക്കാം. എക്സ് ഇസ് വെരി വെരി സ്മോൾ കമ്പയർഡ് ടു യൂണിറ്റി. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി എന്താവും? 1 ആവും. ഇത് അപ്രോക്സിമേറ്റ്ലി എന്താവും? എക്സ് ആവും. ഇത് അപ്രോക്സിമേറ്റ്ലി എന്താവും? എക്സ് ബൈ 2 ആവും. അല്ലേ? കാര്യം ഈ 1 minus x എന്താണ്? 1 ആണ്. 1 plus x by 2 എന്താണ്? 1 ആണ്. 1 plus x by 2 1 ആണ്. ഇവിടെയും 1 plus x by 2 1 ആണ് അപ്രോക്സിമേറ്റ്ലി. സോ മോൾ ഫ്രാക്ഷൻസ് നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് രൂപത്തിൽ കിട്ടി. ഇനി പാർഷ്യൽ പ്രഷേഴ്സ് എന്തായിരിക്കും? അപ്പോൾ പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് AB2 വിൽ ബി ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് AB2 ഇൻറ്റു ടോട്ടൽ പ്രഷർ. മോൾ ഫ്രാക്ഷൻ ഓഫ് AB2 എന്ന് പറയുമ്പോൾ 1 ആണ്. ടോട്ടൽ പ്രഷർ P ആയിട്ട് എടുക്കാം. ഓക്കെ, അതേപോലെ പാർഷ്യൽ പ്രഷർ ഓഫ് AB എന്തായിരിക്കും? പാർഷ്യൽ പ്രഷർ ഓഫ് AB is mole fraction of AB. Partial pressure of AB is nothing but mole fraction of AB into total pressure. അതേപോലെ തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് B2, ഇവിടെ B2 ആണ് കേട്ടോ. B2 എത്രയാണ് വരിക? is nothing but mole fraction of B2 into total pressure. പാർഷ്യൽ പ്രഷേഴ്സ് കിട്ടി, മോൾ ഫ്രാക്ഷൻസ് കിട്ടി. നമുക്കിനി എന്താണ്? കെ പി കണ്ടുപിടിക്കാം. കെ പിയുടെ ഇക്വേഷൻ എന്താണ്? കെ പി ഈസ് നത്തിങ് ബട്ട് പാർഷ്യൽ പ്രഷർ ഓഫ് എ ബി ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് B2 ദ ഹോൾ റേസ് ടു 1/2. കാര്യം അവിടെ സ്റ്റോക്കിയോമെട്രിക് കോഷ്യന്റ് 1/2 ആണ്. ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് AB2 വിച്ച് ഇസ് നത്തിങ് ബട്ട് പാർഷ്യൽ പ്രഷർ ഓഫ് AB എന്ന് പറയുമ്പോൾ എന്താണ്? പി തന്നെയാണ് വരിക. ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് B2 എത്രയാണ്? പാർഷ്യൽ പ്രഷർ ഓഫ് B2 will be equal to x by 2 into P the whole raised to 1/2 വരും. divided by partial pressure of AB2 partial pressure of AB വരുന്നത് x into P ആണ്. ഓക്കെ, ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് AB2 ഡിനോമിനേറ്ററിലാണ് എന്ത് വരിക? 1 into P, that is P. so this will come out to be ഇതെത്ര വരും? സോ കെ പി വിൽ ബി ഈക്വൽ ടു പി വെട്ടിപ്പോവും എക്സ് റേസ് ടു 3/2 ഇൻറ്റു പി റേസ് ടു 1/2 എന്ന് വരും. എക്സ് റേസ് ടു 3/2 ഇൻറ്റു പി റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ ഒരു 2 കൂടി ഉണ്ട്, 2 റേസ് ടു 1/2 അല്ലെങ്കിൽ √2 എന്ന് വരും.
ഓക്കെ, കെ പി ഈസ് ഈക്വൾ ടു എക്സ് റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു പി റേസ് ടു 1/2. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വി നീഡ് എക്സ് ഇൻ ടേംസ് ഓഫ് കെ പി ആൻഡ് പി. അപ്പോൾ ബേസിക്കലി ഈ പർട്ടിക്കുലർ ഇതിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാനായിട്ട്, മാത്ത് അറിയുന്ന പിള്ളേരല്ലേ, രണ്ടിടത്തും സ്ക്വയർ ചെയ്യാം മക്കളെ. രണ്ടിടത്തും സ്ക്വയർ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് കെ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 3/2 പി എന്ന് വരും. വിച്ച് മീൻസ് എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 2kp സ്ക്വയർ ഡിവൈഡഡ് ബൈ പി എന്ന് വരും. വിച്ച് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് ഈ വാല്യൂ, അതായത് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ്, ഞാൻ അവിടെ തന്നെ എഴുതാം, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു, നോക്കിക്കേ മക്കളെ, എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 2kp സ്ക്വയർ ബൈ പി. അപ്പോൾ എക്സ് എന്തായിരിക്കും? ക്യൂബ് റൂട്ട് വരും, ഇതിൻ്റെ ക്യൂബ് റൂട്ട് വരും, ദ ഹോൾ റേസ് ടു 1/3 വരും. അല്ലെങ്കിൽ ബേസിക്കലി ഞാൻ കുറച്ച് മാറ്റി എഴുതാം, ദിസ് ഇതിൻ്റെ ക്യൂബ് റൂട്ട് വരും അല്ലേ. ക്യൂബ് റൂട്ട് ഓഫ് 2kp സ്ക്വയർ ബൈ പി, ക്യൂബ് റൂട്ട് ഓഫ് 2kp സ്ക്വയർ ബൈ പി 54(3) ആണ് കേട്ടോ ആൻസർ വരിക. 54th one 3 ആണ് ആൻസർ വരിക. റൂട്ട് ഓഫ് 2kp സ്ക്വയർ ക്യൂബ് റൂട്ട് ഓഫ് 2kp സ്ക്വയർ ബൈ പി. ഓക്കെ ആണോ മക്കളെ? സോ ദാറ്റ് ഇസ് 54th one. ഇത് വളരെയധികം കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. 2024 വന്നിരുന്നു, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഓക്കെ, ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ സ്മോൾ ആണെന്ന് അപ്രോക്സിമേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. സോ നോട്ട് ചെയ്ത് വയ്ക്കുക.